ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. സങ്കടകരമായ ഒരു കാരണത്താൽ ലോകം പ്രമുഖ ഗായിക അൽക്ക യാഗ്നിക്കിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇക്കഴിഞ്ഞ ജൂൺ 18 ഗായിക ഇൻസ്റ്റഗ്രാമിൽ ആരാധകരോടും പൊതുലോകത്തോടുമായി പറയുകയായിരുന്നു അവർക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത്. 2 ദേശീയ അവാർഡുകളും 7 ഫിലിം ഫെയർ അവാർഡുകളും കിട്ടിയ ഒരു വലിയ ഗായികയാണ് ഇത് നമ്മളോട് പറഞ്ഞത് എന്നോർക്കണം. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ അവരെ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് ഒരു അഭ്യർത്ഥനയും കൂടി പറഞ്ഞു. അത്യുച്ചത്തിലുള്ള പാട്ട് തുടർച്ചയായി കേൾക്കുന്നത് ഒഴിവാക്കുക, അതുപോലെ തന്നെ തുടർച്ചയായി ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക എന്ന്. ഈ വിഷയത്തെക്കുറിച്ച് ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ ENT സർജനായ ഡോക്ടർ അരുൺ കുമാറാണ്. അദ്ദേഹം തൃശ്ശൂരിൽ സരോജ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അരുൺ കുമാർ ENT അസോസിയേഷൻ കേരളയുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ആണ്. സ്വാഗതം ഡോക്ടർ അരുൺ കുമാർ ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ശ്രീ ഗോപാലകൃഷ്ണൻ സാർ. എൻ്റെ ആദ്യ ചോദ്യം പറയൂ. എന്താ? ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. എൻ്റെ ആദ്യ ചോദ്യം വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് 62 വയസ്സായി. 23 വയസ്സ് മുതൽ എൻ്റെ ഉപജീവന മാർഗം കേൾവിയായിരുന്നു. എൻ്റെ പാഷനും എന്നും കേൾവിയായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂറോളം ഉണർന്നിരിക്കുമ്പോഴെല്ലാം പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. റേഡിയോയിലായിരുന്നു 23 വയസ്സ് മുതൽ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴാകട്ടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾവി എന്ന മഹാഭാഗ്യത്തിൽ ആഹ്ലാദചിത്തനായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ അൽക്ക യാഗ്നിക് എന്ന ഗായികയുടെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നില്ല വ്യക്തിപരമായിട്ട്. പാട്ട് കേൾക്കുവാൻ ഇഷ്ടമാണെങ്കിലും ഒരു ശരീരത്തിൽ ചെവി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുക്കൽ സംസാരിക്കുന്നത് പോലെ മാത്രമേ താങ്കൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിനെ എടുക്കാവൂ. എന്താണ് അൽക്ക യാഗ്നിക്കിനെ ബാധിച്ച സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം സഡൻ ആയിട്ട് കേൾവി നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കിയത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം ഒരു വൈറൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. അതർ കോസസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഒരു സഡനായിട്ട് ഒരു രക്തഓട്ടത്തിലൊരു വ്യത്യാസം വരെ, അങ്ങനെ ഒരു സ്ട്രോക്ക് മാതിരി, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. മെറ്റബോളിക് കോസസ് ഉണ്ട്, അങ്ങനെ ഒരു പടി കോസസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ കോമൺ ആയിട്ട് കിട്ടുന്നത് ഈ വൈറൽ ഇൻഫെക്ഷൻ, പോസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഒരു തരം ഹിയറിംഗ് ലോസ് ആണ്. അത് ഇമ്മീഡിയറ്റ് ചികിത്സ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു പെർമനന്റ് ഹിയറിംഗ് ലോസിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. പക്ഷേ നന്നായി ചികിത്സ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുക, പ്രത്യേകിച്ച് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. നമുക്ക് ഓൾമോസ്റ്റ് നോർമൽ ഹിയറിംഗ് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ അൽക്ക യാഗ്നിക്കിന് എനിക്ക് തോന്നുന്ന ചികിത്സ കിട്ടിയിട്ടുണ്ടാവണം. പക്ഷേ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഇപ്പോൾ കേട്ടിടത്തോളം അവർക്ക് ഫുള്ളായിട്ട് റിക്കവറി ആയിട്ടില്ല എന്നുള്ളത്. അതും ഞങ്ങൾ കാണാറുണ്ട് പലപ്പോഴും. ബട്ട് കുറച്ച് ആൾക്കാർക്ക് ചെറുതായിട്ടൊരു ഡിലേഡ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇഫ് പ്രോപ്പർ ചികിത്സ പ്രോപ്പർ ടൈമിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും ഈ അവരുടെ കേസ്. ഞാൻ വായിച്ചു, ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് പോലെയാണ് ഈ ഉടനടി മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ ഇത് വളരെ ക്രിട്ടിക്കലാണെന്ന്.
അതെ. പലപ്പോഴും പലപ്പോഴും നമ്മുടെ രോഗികളുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ പെട്ടെന്ന് ചെവി കേൾക്കില്ല വെച്ചാൽ അവർ സ്വയം അങ്ങനെ തീരുമാനിക്കും ജലദോഷം വന്നിട്ട് കേളി ഇതായിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സ്വന്തം ഒന്ന് ചികിത്സിച്ച് നോക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിലേ ചെയ്യുന്നുണ്ട്. ഈ ടൈം ഡിലേ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇത് പ്രോബ്ലം. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എൻ ENT എമർജൻസി. ഈ ഒരു ഹിയറിംഗ് ലോസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ. കാരണം അത് എന്താ പ്രോബ്ലം എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കട്ടെ. കാരണം ഞങ്ങൾക്ക് ആ ഗോൾഡൻ പീരീഡിൽ ചികിത്സ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സഫർ ചെയ്യാൻ പോണെന്ന് നിങ്ങൾ മാത്രമല്ല ചികിത്സിക്കുന്ന ഞങ്ങൾക്കും ഒരു മനോവേദന ഉണ്ടാക്കുന്ന സംഭവം. ഈ ഹിയറിംഗ് ലോസ് ഗ്രാജ്വലി വരുന്നുണ്ട് എന്നുള്ളത് എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്. ആളുകൾ തിരിച്ചറിയൂല ഈ ഗ്രാജ്വലി ഹിയറിംഗ് ലോസ് വരുന്നത് കാരണം അവർ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ അവർ എങ്ങനെയാ ഏത് സ്റ്റേജിലാണ് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചറിയേണ്ടത് ഈ ഹിയറിംഗ് ലോസ് ഉണ്ടെന്നുള്ളത്? നമ്മൾ ഒരു സപ്പോസ് ലെറ്റ്സ് സേ കുറച്ചൊരു എൽഡർലി പേഴ്സൺ ആണ് വിചാരിക്കാം. നമുക്കിപ്പോൾ ഒരു 40 years ഒക്കെ കഴിയുമ്പോൾ നമുക്ക് റീഡിംഗ് ക്ലാസ് വേണ്ടി വരുന്നുണ്ട്. അതേമാതിരി ഒരു ആവറേജ് ഒരു 65ൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഗ്രാജുവൽ ഹിയറിംഗ് ലോസ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ക്രൗഡ് പോയി നിൽക്കുമ്പോൾ ക്ലാരിറ്റി കുറയും, നമുക്ക് ആ വ്യക്തത കുറയും. ഒരു ക്രൗഡ് ബാക്കിൽ നിന്ന് ആരെയും വിളിച്ചാൽ ചിലപ്പോൾ എന്ന് ചോദിക്കും. നമ്മൾ കേൾക്കും, പക്ഷെ ആ വാക്കുകൾ തിരിയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോഴാണ് നമ്മളൊന്ന് കെയർഫുൾ. നമുക്കത് ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. പലപ്പോഴും നമ്മളുടെ ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല, നമ്മളൊരു നോർമലായിട്ട് വിടും. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇപ്പോൾ ഹിയറിംഗ് ലോസിന് 50 കഴിഞ്ഞവരെ സ്ക്രീൻ ചെയ്യണമെന്ന് കൂടി ഒരു ഇത് വരാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹിയറിംഗ് ലോസ്. കാരണം സോഷ്യൽ വിഡ്രോവൽ വരുന്നുണ്ട്, സോ മെനി ഡിപ്രഷൻ, കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഈ നമ്മുടെ എൽഡർലി ഏജ്. അത് മാത്രമല്ല ഈ ബ്രെയിൻ ഡീജനറേഷൻ ഓൾസോ ഇസ് അതിൻ്റെ അകത്ത് വളരെ ഇതാക്കി എടുക്കും. കാരണം ഈ കറക്റ്റായിട്ട് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അവിടെ നമ്മളെ ബ്രെയിനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബ്രെയിൻ ഓൾസോ സ്റ്റാർട്ട് ഡീജനറേറ്റിംഗ്. അപ്പോൾ ഈ നമ്മളീ പറയുന്നവർ അൾസീമർ അങ്ങനത്തെ കുറച്ച് ഡീജനറേറ്റീവ് ഡിസീസിലൊക്കെ ഈ ഹിയറിംഗ് ഇപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ മരിക്കുന്ന സമയത്താണെങ്കിലും ലാസ്റ്റ് ഫാക്കൽറ്റി ടു ഗോ ഇസ് ഹിയറിംഗ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ മരിക്കാറായിട്ട് കുറച്ച് ദിവസങ്ങളോളം അമ്മ ഒരു കോമയിലായിരുന്നു. അപ്പോൾ അമ്മ ഈ പാട്ട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഈ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഹെഡ്ഫോണിലോ വല്ലോ അമ്മയെ കേൾപ്പിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, മെഡിക്കൽ സയൻസിന് ഇപ്പോഴും അറിയില്ല കോമയിലുള്ളവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരുപക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അമ്മ പാട്ട് കേട്ടോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ 50 കഴിയുമ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്യണം എന്നാണ് പറയാൻ. സ്ക്രീനിങ് മാത്രമല്ല, ഏർലി കറക്ഷൻ ഓൾസോ. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് വേണ്ട വെച്ചാൽ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക, മെഡിസിൻ വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ അപ്പോഴത്തെ സിറ്റുവേഷനും ഡയഗ്നോസ് ഒക്കെ നോക്കിയിട്ട് വി ഹാവ് ടു ഇനിഷ്യേറ്റ് ദ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വളരെ ഷാർപ്പായിട്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ലോഞ്ചിവിറ്റിയും കൂടുതലാണ്. പണ്ട് ഇപ്പോൾ അതെ ആൾക്കാർക്ക് ഏജ് ഇറ്റ്സ് ഓൺലി എ നമ്പർ നൗ ഡേയ്സ്. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ വി ഹാവ് ടു മെയിൻറ്റെയിൻ. അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണല്ലോ മനുഷ്യൻ. അപ്പോൾ ഒരു ഹിയറിംഗ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, മറ്റ് ഈ സെൻസസിനെയും മറ്റ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കാഴ്ചയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ ഉടനെ തന്നെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും. പക്ഷേ ഈ കേൾവിയുടെ കാര്യത്തിൽ നമ്മളത് ഒന്നാമത് അത് തിരിച്ചറിയൂല എന്നുള്ളതാണ്. അത് തിരിച്ചറിയാഞ്ഞത് മാത്രമല്ല, പിന്നെ ആൾക്കാർക്ക് പൊതുവെ ഒരു മടിയാണ്. നമുക്കൊരു ഹിയറിംഗ് ചെവി കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എന്തോ ഒരു നാണക്കേടുള്ള ഒരു സംഭവമാണുള്ള മാതിരിയൊക്കെയാണ് പലരും ഇതാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എനിക്കുള്ളത് ഈ ജന്മനാ കേൾവി ശക്തി കുറഞ്ഞവരുണ്ട്, ജന്മനാ കേൾവി ഇല്ലാതെ ജനിക്കുന്നവർ തന്നെയുണ്ട്. പ്രായാധിക്യം കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വരുന്നത് പോലെയുള്ള ശക്തിക്ഷയം കേൾവിക്കും വരുന്നവരുണ്ട്. പക്ഷേ ജീവിതശൈലി കൊണ്ടുള്ള കേൾവി കുറവ്,
അല്ലെങ്കിൽ അതെ. ജീവിതശൈലി കൊണ്ട് കേൾവിശേഷി കുറയുന്നതിനെ കുറിച്ചാണ് അൽക്ക യാഗ്നിക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേക്കുറിച്ചൊന്ന് പറയുമോ ഡോക്ടർ? ഓക്കെ. അത് വരുമ്പോൾ ജീവിതശൈലി കൊണ്ട് നമ്മൾ ഇതാക്കുമ്പോൾ പ്രത്യേകിച്ചും ശബ്ദം, ഉം. ഒരു എക്സസീവായിട്ട് നമുക്ക് ഒരു ശബ്ദം, നമ്മളുടെ നോർമൽ ഹ്യൂമൻ ഹിയറിംഗ് ഒരു നമുക്ക് സൗണ്ട് അളക്കുകയാണെങ്കിൽ അത് ഫ്രീക്വൻസി പറയുന്നത് ഹേർട്സിലും, ഇന്റൻസിറ്റി അല്ലെങ്കിൽ സൗണ്ട് പ്രഷർ ലെവൽ പറയുന്നത് ഡെസിബലിലുമാണ്. ഡെസിബലിലാണ്. അപ്പൊ 0 dB ഉള്ള ഒരു സിറ്റുവേഷനിൽ 20 to 20,000 ഹേർട്സ് ആണ് നമ്മളുടെ നോർമൽ ഇത് ഹ്യൂമൻ ഹിയറിങ്ങിന്റെ ഒരു ഇത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ദോഷകരമായി ബാധിക്കും. അത് പല കാരണം കൊണ്ട് വരാം. ഇപ്പൊ ജനറ്റിക്കലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫാക്ടറി വർക്കറാണ്, അല്ലെങ്കിൽ മൈനിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബോയിലർ വർക്കറാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെയധികം ഹൈ ഡെസിബൽ സൗണ്ട് ആണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഒരു സിമ്പിൾ ക്രാക്കർ ബസ്റ്റ് വരെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അതിന് നമുക്ക് സേഫ് ലിമിറ്റ് ഓഫ് ഇതുണ്ട്, ഹിയറിംഗ് ഉണ്ട്. അതേമാതിരി പീരിയഡ് ഓഫ് എക്സ്പോഷർ, ഈ ശബ്ദത്തിന് നമ്മൾ എത്ര നേരം എക്സ്പോസ്ഡ് ആണ് അതും ഒരു കാര്യം. ചിലപ്പോൾ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു DJ പാർട്ടി പോയിട്ട് അടിച്ച് പൊളിച്ച് ബഹളം ഉണ്ടാക്കി അതും കൂടെ അടിച്ച് ആ സമയത്ത് കളിച്ച് പുറത്ത് വരുന്ന കുട്ടികളായിരിക്കും. ഇപ്പോൾ ഹിയറിംഗ്, ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ വരുന്ന വേറൊരു പ്രശ്നം, എല്ലാ കുട്ടികളും ഓൺലൈൻ ക്ലാസ്സിലാണ്. ആൻഡ് പലരും, മോസ്റ്റ് ഓഫ് ദം, അവർ ഇയർഫോൺ വെച്ചിട്ടാണ് ഇത്. ഇപ്പൊ അതന്നെ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നു, കിടന്നു ആ പാട്ടും വെച്ചിട്ട് ഉറങ്ങിപ്പോണു, രാവിലെ വരെ ഇങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അപ്പോൾ ഇവരത് അറിയുന്നില്ല ഇത് എത്രമാത്രം ഡാമേജിങ് ആണ് നമ്മളുടെ ഒരു ഹിയറിംഗ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ആവറേജ് റൂം നോയ്സ് പറയുകയാണെങ്കിൽ ഒരു 20, 30 മുതൽ 50 വരെ വരുള്ളൂ. നമ്മുടെ ഒരു നോർമൽ കോൺവെർസേഷൻ വരുന്നതാണെങ്കിൽ ഒരു 60 dB വരും. ഒരു ഓഫീസിലൊക്കെ ബഹളമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ 70 dB വരും. പക്ഷെ അതിൻ്റെ മുകളിൽ വരുന്നത് നമുക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരു മറ്റേ വാക്യൂം ക്ലീനറാണ്, അല്ലെങ്കിൽ ട്രാഫിക്, ഒരു നോയ്സി ട്രാഫിക്, അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിൽ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, അവിടെയൊക്കെ വരുമ്പോഴേക്കും 80-85 dBയിലേക്ക് എത്തി സൗണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ സ്റ്റീരിയോ ഇതൊക്കെ വെക്കുമ്പോഴേക്കും ഏകദേശം 100ൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ ഒരു ചെയിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹൈ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നപ്പോഴേക്കും 100-115 dBയിലേക്ക് എത്തുന്നുണ്ട്. മ്യൂസിക് കൺസേർട്ട് അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ ഇതൊക്കെ വരുമ്പോഴേക്കും 120 മുതൽ 140 dB വരെ. അപ്പോൾ നമ്മളുടെ ആ ഒരു ആവറേജ് ഇത് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു 110 വരെയൊക്കെ നമുക്ക് ഡിസ്കംഫർട്ട് വരാൻ തുടങ്ങും. 130 വരെ ഇറ്റ് ബിക്കംസ് പെയിൻഫുൾ. അപ്പോൾ ശരീരം തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് പറ്റില്ല, യു ആർ എക്സീഡിങ് ദ ലിമിറ്റ്സ്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. അതാണ് ഇപ്പൊ എനിക്ക് വീട്ടിൽ 2 വളർത്തു നായകളുള്ളതാണ്. ഈ ഡൽഹിയിൽ ദീപാവലിക്ക് ഈ പടക്കം പൊട്ടുന്ന സമയത്ത് ഇവരനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ്. എൻ്റെ ദേഹത്ത് കയറിയിരുന്ന് കരഞ്ഞ് 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 എനിക്കത് കാരണം ദീപാവലിയെ വെറുക്കുന്ന ഒരാളായി ഞാൻ. ഇവർക്ക് അവരുടെ ഹിയറിംഗ് എക്യൂറ്റി വളരെ ഷാർപ്പാണല്ലോ ഈ ഞങ്ങൾക്ക് അവിടെ. അതാണ് അവർക്ക് ഇത്രയും താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പിന്നെ വെറ്റിനറി അത് അധികം നമ്മൾ ഹ്യൂമൻ സൈഡ് മെസ്സേജ് സെയിം. കാരണം നമുക്ക് പെയിൻഫുൾ ആണെങ്കിൽ നാച്ചുറലി അവർക്ക് പെയിൻഫുൾ ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഗൺഷോട്ട് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ക്രാക്കർ ബസ്റ്റിനൊക്കെ 140-160 dBയിലേക്ക് എത്തി. നമ്മളുടെ പെയിൻ ടോളറൻസിന്റെ മുകളിലേക്ക് എത്തി. അവിടെയാണ് ഇഷ്ടം. അതാണ് ഇനി എനിക്ക് ഈ തുടർച്ചയായി ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുമ്പോഴേ കുഴപ്പമുള്ളോ, അതോ ഈ ഹൈ ഡെസിബിലുള്ള ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് പോലും പ്രശ്നമാണോ? ഇതിൻ്റെ അകത്ത് വേറൊരു ഇഷ്യൂ കൂടി ഉണ്ട്.
ഞാൻ പറഞ്ഞ ഒരു ജനറ്റിക് ഒരു പ്രീഡിസ്പോസിഷൻ ചിലർക്ക് കാണാം. ചിലർക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു വെടിക്കെട്ടിന് നടുക്ക് പോയെന്നാലും ഒന്നും സംഭവിക്കില്ല. ഉം. അതേസമയം അപ്പുറത്ത് കൂടെ പോയ ആൾക്ക് ചിലപ്പോൾ അടിച്ചു എന്ന് വരും, ഈ അടിച്ചു ഹിയറിംഗ് എന്ന് വരും. അപ്പൊ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ട്, നമുക്കത് ഇൻഡിവിജ്വൽ ഒരിക്കലും വേരിയേഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടത്. അത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ നമുക്ക് ആ അതെ കപ്പാസിറ്റി ഈസ് അതെ ഡിഫറെന്റ്. അതെ തീർച്ചയായിട്ടും. പക്ഷേ ഒരു ജനറൽ റൂള് പറയുകയാണെങ്കിൽ നമ്മൾ 70 dBന്റെ മുകളിലുള്ള സൗണ്ട്സ് അതൊരു ഷോർട്ട് പീരീഡ് ആണെങ്കിലും ലോങ് പീരീഡ് ആണെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു കീപ് ഇറ്റ് അണ്ടർ കൺട്രോൾ. കാരണം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നാ ഞാൻ പറയാം. അപ്പൊ കാരണം ഞാൻ എല്ലാ ഇപ്പൊ ഒരു സഡൻ ആയിട്ട് ഒരു സൗണ്ട് അടിക്കുകയാണെങ്കിലും 2-3 കാര്യം ഉണ്ടാവാം. ഒരു അക്വസ്റ്റിക് ട്രോമ എന്ന് പറയും, 115 dBന്റെ മുകളിൽ ഒരു പടാന്ന് ഒരു ക്രാക്കർ ബസ്റ്റ് എന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 കാര്യമുണ്ട്. ഇപ്പൊ ചെവിന്റെ അടുത്ത് വെച്ചിട്ട് പൊട്ടിയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുടെ ടിമാനിക് മെമ്പറൈനും കൂടി ഓട്ടെ, കാരണം ആ വേവ് ബ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊരു മെക്കാനിക്കൽ പ്രോബ്ലം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ മറ്റേ ബാക്കിയുള്ള ഡാമേജിന് പുറമെ, നമ്മളുടെ ഇന്നർ ഇയറിന്റെ ഡാമേജിന് പുറമെ. ഇത് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ മറ്റേ ഈ ഇയർഫോൺസ് യൂസ് ചെയ്യുന്ന കണ്ടമാനം കോളേജ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ എനിക്ക് ഈ നോയ്സ് ട്രോമയായിട്ട് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഓഡിയോഗ്രാം എടുത്തിട്ട് ഞാൻ ഡയഗ്നോസ് ചെയ്ത് അവരെ പാരന്റ്സിനെയും ഇവരെയും ക്ലാസ് എടുക്കലാണ് ഞങ്ങളുടെ. അതൊന്ന് വിശദമാക്കുമോ, കുറച്ചും കൂടെ വിശദമാക്കുക. കാരണം അതാണ് എൻ്റെ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഹെഡ്ഫോൺ, അതായത് ചെവി എന്നത് പൊതുവെ ഹെഡ്ഫോണിന്റെ സഹായമില്ലാതെ കേൾക്കുവാൻ വേണ്ടി എന്താണ് ശേഷിയുള്ളതാണ് അല്ലേ? അതെ. അപ്പൊ ഈ തുടർച്ചയായ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ കൂടെ ഉണ്ടിപ്പോ. അവരോടായിട്ട് എന്താ പറയാനുള്ളത്? പ്രോബ്ലം അതാണ്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, ഒന്നാമത് ഇവർക്ക് മറ്റേ വോളിയം അവര് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ചെറുപ്പത്തിന്റെ ഒരു തിളപ്പായിരിക്കും. അവർക്ക് നല്ല വോളിയത്തിൽ അത് കേൾക്കുന്നതാണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ഇത് എത്ര കണ്ട് ഡാമേജിങ് ആണ് കുട്ടികൾക്ക് എന്നുള്ളത് അവർക്ക് അവരത് ഞാൻ ഡോക്ടർ പറയുന്നതിന് മുമ്പേ പെട്ടെന്ന് പറഞ്ഞപ്പോ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു പ്രശസ്തമായ കവിതയിൽ 2 വരിയുണ്ട്. അവന്റെ കാതുകൾക്ക് ഈ കിടിലമാണു പോൽ ഉത്സവം, അവൻ കേൾക്കയില്ല ഇനി ഉറുമ്പുകൾ തൻ ഭാഷണം എന്ന്. കറക്റ്റ്. വളരെ വളരെ പ്രസക്തമായി. അതായത് ഇത്രയും നന്നായിട്ട് ഇനി ഡിസ്ക്രൈബ് ചെയ്യാനില്ല. കാരണം ആ സമയത്ത് ഇതുണ്ടെങ്കിലും ലേറ്റർ ഓൺ ഈസ് ഗോയിങ് ടു സഫർ, അതിൽ യാതൊരു സംശയമില്ല. അത് ഇറ്റ്സ് എ വെരി ട്രാജിക് സിറ്റുവേഷൻ നമ്മളുടെ. കാരണം കുട്ടികൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് വരുമ്പോൾ അവർ ബാക്കിയുള്ള പ്രോബ്ലത്തിൽ നിന്ന് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ വെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈവൻ ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഒരു ഹിയറിംഗ് എയ്ഡ് ഇത് വെക്കുകയാണെങ്കിലും, ഹെഡ്ഫോൺസ് വെക്കുകയാണെങ്കിലും ഈ മറ്റേ വോളിയൂമും ഇതൊക്കെ പീരീഡ് ഓഫ് എക്സ്പോഷറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം. കാരണം ഒരു 75 ഹെഡ്ഫോൺ ചെയ്യുന്ന ഒരു കാര്യം സ്വാഭാവികമായ ഔട്ടർ സൗണ്ട്സിനെ നിരാകരിക്കുകയും ഒരു പ്രത്യേക സൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് തന്നെ കേൾവിയുടെ ശീലത്തിനെതിരല്ലേ? അതെ, ഈ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ ഇതൊക്കെ. പല റിസർച്ചൊക്കെ നടന്നിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ പൊതുവെ പറയുമ്പോൾ എനിക്ക് വാട്ട് എവർ ബി ദ ക്വാളിറ്റി ഓഫ് ഹെഡ്ഫോൺസ്, നമ്മളത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാക്ടിക്കലി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോഴത്തെ ഈ. എനിക്കൊരു ചോദ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിലും എല്ലാ ഡിജിറ്റൽ ഡിവൈസസിലും ഒരു വാർണിംഗ് വരും, ഈ ലെവലിൽ കൂടുതൽ നിങ്ങൾ കേൾക്കരുതെന്ന്. കറക്റ്റ്. പക്ഷെ ആരും അത് ഗൗനിക്കാറില്ല. എന്തുകൊണ്ടാണ് അത് നമുക്ക് തോന്നാത്തത്? ഇത് അതായത് ഈ ഡിവൈസ് നമ്മളോട് പറയുന്നുണ്ട് ഈ ലെവലിൽ കൂടുതരുതെന്ന്, പക്ഷേ നമ്മൾക്ക് ആ ലെവലിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ലോങ് ടേമിലേക്ക് അത് പ്രോബ്ലം ആവുകയുള്ളൂ. കാരണം പലർക്കും അത് പല മാതിരിയാണ് ഈ പ്രോബ്ലം. ഹെഡേക്ക് ആയിട്ട് വരുന്നുണ്ട്, ഡിസിനെസ് ആയിട്ട് വരുന്നുണ്ട്. അവർ റിയലൈസ് ചെയ്യുന്നില്ല ഈ സൗണ്ടിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർ തലവേദന വിചാരിക്കുന്ന പോലെ വല്ല മൈഗ്രെയിൻ ആയിട്ട് വരുന്നതെന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ റൂട്ട് കോസ് നമ്മൾ ഈ പറഞ്ഞ ഹൈ ഡെസിബൽ സൗണ്ട് ആയിരിക്കും.
പക്ഷെ അതൊന്നും അവർ റിയലൈസ് ചെയ്യുന്നില്ല. കാരണം അവരുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതവും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് കണ്ടമാനം മറ്റേ തീർക്കാനുണ്ടാവും അവർ ടോപ്പിക്സ്. അപ്പോൾ ഇതിലൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. എങ്ങനെയെങ്കിലും ക്ലാസ് ഫിനിഷ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് പോകണമെന്ന് എങ്ങനെയൊക്കെ പല പല പ്രഷറിലാണ് കുട്ടികളും. അപ്പോൾ വോളിയം ഒന്നും അവർ ശ്രദ്ധിക്കില്ല. അതാണ് വേറൊരു പ്രോബ്ലം. ഈ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ഈ അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ദെയർ, abundance of light is there, and abundance of sound is there. അതായത് ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത പഞ്ചേന്ദ്രിയങ്ങൾക്കും താങ്ങാവുന്നവരും അമിതമായ രീതിയിലുള്ള ഇൻപുട്ടാണ്. അതെ. ഇത് അത് ഒരു ഉത്സവം പോലെ എടുത്ത് ഈ തലമുറ അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗായിക അവരുടെ ഹിയറിംഗ് ലോസിൽ, നമുക്കറിയാം ബിഥോവൻ ഹിയറിംഗ് ലോസ് ഉണ്ടായതാണ് സംഗീതജ്ഞനെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഹിയറിംഗ് ലോസ് ഉണ്ടായതുപോലെ അല്ല അൽക്ക യാഗ്നിക്കിന് ഹിയറിംഗ് ലോസ് ഉണ്ടായിരിക്കുന്നതും. ഈ അൽക്ക യാഗ്നിക്ക് ചെറുപ്പക്കാരോട് പറയുകയാണ്, ദയവ് ചെയ്ത് അത്യുച്ചത്തിലുള്ള സംഗീതം തുടർച്ചയായി കേൾക്കരുത് എന്ന്, ഹെഡ്ഫോൺ തുടർച്ചയായി ഉപയോഗിക്കരുത് എന്ന്. ഈ മെസ്സേജിനെ നിങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാർ ഈ മെസ്സേജിനെ എങ്ങനെയാണ് ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന രോഗികളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്? ഇല്ല, ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളോട് ഈ മറ്റേ ടെസ്റ്റ് റിസൾട്ടും എല്ലാം വെച്ച് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നോക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം പലരും അത് മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. പക്ഷേ ഇറ്റ്സ് എ വെരി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. നമുക്കത് കംപ്ലീറ്റ് ഒഴിവാക്കാനും പറ്റില്ല. അതേസമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എനിക്കറിയില്ല എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിലും എങ്ങനെയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലാതെ അവർ ദേ ആർ സ്റ്റിൽ യൂസിങ് ഇറ്റ്. ഒരു വലിയൊരു സിറ്റുവേഷനാണ്. അവർക്ക് പറഞ്ഞ മാതിരി ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് എത്രമാത്രം പ്രാക്ടിക്കലാണെന്നുള്ളത് അറിയാത്തത്. ഞാനിപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ സമയവും പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ സ്പീക്കറിൽ ആ പാട്ട് കേൾക്കുള്ളൂ. ഞാൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് ആകെ ഈ പോഡ്കാസ്റ്റിൻ്റെ എഡിറ്റിങ്ങും അല്ലെങ്കിൽ അത്തരം ഓഡിയോ എഡിറ്റിങ്ങിൻ്റെ ഭാഗം ആകുന്ന സമയത്ത് മാത്രമേ, ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് പാട്ട് കേൾക്കാൻ എപ്പോഴും ഇഷ്ടം ഹെഡ്ഫോൺ ഇല്ലാതെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ഡെസിബലിൻ്റെ കണക്ക് പറഞ്ഞ് നമ്മൾക്ക് എങ്ങനെ ഈ ചെറുപ്പക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റും? അവർക്ക് എപ്പോഴാണ് തോന്നുന്നത് ഇത് കേൾക്കാവുന്നതിൻ്റെ ലെവലിനും അപ്പുറത്താണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്? അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഈ സ്മാർട്ട് ഫോൺസിലും സ്മാർട്ട് വാച്ചസിലും നമുക്ക് വാർണിംഗ് സൈൻസ് വരുന്നുണ്ട്. അത് കേൾക്കുക, ആ ഉപദേശം സ്വീകരിക്കുക. അത് വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. അത് തന്നെ. അത് വേറെ വഴിയില്ല. കാരണം ഇപ്പോൾ നമുക്ക് ആപ്പുകൾ കിട്ടാനുണ്ട്. യു ക്യാൻ ഡൗൺലോഡ് ഫ്രം നെറ്റ്, ഫ്രീ ആപ്സ് ഉണ്ട്. ഇപ്പോൾ ഈ റൂമിലത്തെ നോയ്സ് എക്സ്പോഷർ എത്ര, സൗണ്ട് ഡെസിബിൾ എത്രയാണെന്ന് നമുക്ക് നമ്മളെ സ്മാർട്ട് ഫോണിൽ അടിച്ചാൽ അപ്പം കിട്ടും എത്ര ഡെസിബിളാണ് നമ്മൾ എക്സ്പോസ് എന്നുള്ളത്. വെരി സിമ്പിൾ തിങ്. ഒരു ചിലവുമില്ല. ഫ്രീ ആപ്പ് അവൈലബിൾ ആണ് നമ്മളുടെ നെറ്റിൽ, മറ്റേ പ്ലേ സ്റ്റോറിൽ പോയി കിട്ടും. ഫ്രീ ആപ്സ് നമുക്ക് മെഷർ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന എൻവയോൺമെന്റിൽ എത്രമാത്രം നമ്മൾ എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ, ഇപ്പം നമ്മൾ സ്മാർട്ട് വാച്ചിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് വാർണിംഗ്, വൈബ്രേഷനും എക്സ്പോസ്, പ്ലീസ് സ്റ്റേ അവേ ഫ്രം ദാറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് വാർണിംഗ് വന്നു. അപ്പോൾ ഇതൊക്കെ ഇൻബിൽട്ടായിട്ട് നമ്മൾ വരുന്നുണ്ട് ഓൾറെഡി. ടെക്നോളജി ഈസ് ദർ. പിന്നെ പറഞ്ഞ മാതിരി ഈ നോയ്സ് എക്സ്പോഷർ പല കൺട്രീസിനും, ഈവൻ നമ്മളുടെ കൺട്രിയിലും കണ്ടമാനം ലോസ് ഒക്കെ ഉണ്ട്.
പ്രോബ്ലം ഇംപ്ലിമെന്റേഷനിലാണ്. അത് തന്നെ. ഇപ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വിയറ്റ്നാം, അങ്ങനത്തെ ആ ഭാഗത്തൊക്കെയാണ്. അതേസമയം ഇപ്പോൾ സിംഗപ്പൂരോ ഓസ്ട്രേലിയയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ താൻ നേരത്തെ പറഞ്ഞ മാതിരി ആ അധികമായിട്ടുള്ള സൗണ്ടൊന്നും അവിടെ ഇല്ല. കാരണം ഇറ്റ്സ് ഓൾ കൺട്രോൾഡ് വിത്ത് ലോ. ഓക്കെ. അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ സിംഗപ്പൂരോ ഓസ്ട്രേലിയ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മറ്റിടത്ത് പോണവരില്ല, ആ കാക്കഫോണി ഒന്നും നമുക്ക് വരുന്നില്ല. വരുന്നില്ല. എൻറ്റയർലി ഡിഫറെന്റ് സിറ്റുവേഷൻ. കാരണം ഈവൻ ദ ഇൻഡസ്ട്രി എവറിത്തിങ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. മറ്റേ സിറ്റിസൺ ഇസ് പ്രൊട്ടക്റ്റഡ്. അത് തന്നെ. ഇത് എക്കണോമിക്കലി ഓൾസോ ഒരു ട്രീറ്റ്മെന്റിന് പോകുമ്പോഴും ഒരു അതെ, ചെലവ്. എത്ര സഫറിങ് ഇതിന്റെ ഈവൻ ഫോർ ദ കൺട്രി ആസ് എ ഹോൾ നമുക്ക് എത്ര നഷ്ടം വരുന്നു അറിയാം. ഈ അതെ. മറ്റേ ഇതിനു വേണ്ടി ഇത് കറക്റ്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ, പേഷ്യന്റ് സഫർ, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്. പിന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ ഇപ്പോൾ ഇപ്പൊ ആർമി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പെർമനന്റ് ലോസ് ആണ്. ഇത് സൗണ്ടിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ 1 കോസ് ഓഫ് പെർമനന്റ് ഡെഫ്നെസ്. ഓ. പെർമനന്റ് ഡെഫ്നെസ്. ഉം. കാരണം അക്കോസ്റ്റിക് ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാമേലിയൻ നമ്മളെ ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയും. അതാണ് നമ്മളുടെ ഹിയറിംഗ് മറ്റേ ഓർഗൻ. അത് വിച്ച് ഇസ് നമ്മളുടെ ഒരു ഏറ്റവും സ്ട്രോങ് ബോണിന്റെ ഉള്ളിലാണ് ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ കോക്ലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം. ഇതിന് ഡാമേജ് വരുന്നത് പല ലെവലിലാണ് ഡാമേജ് വരുന്നത്. അതിന്റെ സെൻസറി ഹെയർ സെൽസ് മുതൽ അതിന്റെ സപ്പോർട്ടിങ് ഹെയർ സെൽസ്, മറ്റേ ഈവൻ നെർവ്സ്, ഇതിനൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പെർമനന്റ് തിങ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സിറ്റുവേഷൻ. നമുക്ക് മരുന്നുകൊണ്ട് അപ്പോൾ ഈ നമ്പർ 1 കോസ് ഓഫ് പെർമനന്റ് ഡെഫ്നെസ് നോയ്സ് ആണെന്ന് നമ്മളിവിടെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊരു നമുക്ക് തമാശ. പക്ഷെ അതേസമയം ഇപ്പോൾ ഒരു വൈറൽ കോസോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റബിൾ ആണ്. ദർ ഇസ് ചാൻസ് ഓഫ് റിക്കവറിങ്. വെറാസ് ഈ സൗണ്ട് കൊണ്ട് വരുന്ന ഈ ഒരു ട്രോമ അത് ഇറ്റ്സ് വെരി അത് ആക്ച്വലി ഇപ്പൊ നമുക്കൊരു നോയ്സ് എക്സ്പോഷർ ഉണ്ടായി നോക്കാം. നമ്മൾ ഒരു പടക്കത്തിനടുത്ത് പോയി നമുക്ക് അപ്പൊ തന്നെ ഒരു ഫീൽ ചെയ്യും, ഒരു റിംഗിങ് സെൻസേഷൻ ഫീൽ ചെയ്യും, ചെവി അടഞ്ഞ മാതിരി തോന്നും. That we call it the temporary threshold shift. പക്ഷെ അതൊരു ഫ്യൂ അവേഴ്സിനുള്ളിൽ ഇറ്റ് വിൽ റിക്കവർ ആൻഡ് യുവർ ഹിയറിംഗ് വിൽ കം ബാക്ക് ടു നോർമൽ. അതായത് നമുക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇഫ് നമ്മളെ പറഞ്ഞ പാരാമീറ്റേഴ്സ് എക്സീഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വിചാരിക്കുക, ഇത് ഈ ടെമ്പററി പല പ്രാവശ്യം ഇത് പറ്റുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് പെർമനന്റ്. അപ്പോൾ റിക്കവറി വരുന്നില്ല. അതേമാതിരി ഒരു ഈ പറഞ്ഞ ഹൈ ഡെസിബലിൽ ഒരു ഇത് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ഒരു പെർമനന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് റിക്കവർ ചെയ്യാനുള്ള ഒരു ചെറിയ കഴിവ് ഉണ്ടെങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പെർമനന്റ് പ്രോബ്ലം. അത് തന്നെ. ആൻഡ് ദെയർ ഇസ് നോ റിക്കവറി. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാറായി. ഇപ്പോൾ എന്താണ്, പറഞ്ഞാൽ കേൾക്കാത്തവൻ എന്ന ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട്. പറഞ്ഞാൽ കേൾക്കുന്നവരാകട്ടെ പുതിയ തലമുറ, അവരുടെ പ്രിയപ്പെട്ട ഗായിക അവരോടിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മഹാഗായികയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയ സമയത്ത് അവർ ഈ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ഗൗരവമായി എടുക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എനിക്ക് പണ്ട് ഞാൻ ഗുരു നിത്യചൈതന്യ യതിയെ കാണാൻ പോയപ്പോൾ ഞാൻ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചെറിയ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിശബ്ദതയെക്കുറിച്ച് 30 മിനിറ്റ് ഒരു പ്രോഗ്രാം റേഡിയോയിൽ ചെയ്യാൻ പറ്റുമോ നിനക്ക് എന്ന് എന്നോട് ചോദിച്ചു. അതെന്നെ വല്ലാതെ അലട്ടിയൊരു ചോദ്യമായിരുന്നു. ഈ നിശബ്ദതയുടെ പ്രാധാന്യം, അത് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള നിശബ്ദതയല്ല. കേൾവിയുള്ളപ്പോൾ നിശബ്ദതയ്ക്കുള്ള പ്രാധാന്യം, മൗനത്തിനുള്ള പ്രാധാന്യം, പതുക്കെ സംസാരിക്കുന്നതിലുള്ള പ്രാധാന്യം, ചെറിയ ശബ്ദത്തിൽ മനോഹരമായ പാട്ടുകൾ കേൾക്കുന്നതിലുള്ള പ്രാധാന്യം, അത് തിരിച്ചറിയട്ടെ
എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ ഒരു വാക്കുകൂടി പറയാൻ ആ ആഗ്രഹിക്കും. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിലും അനർത്ഥമായ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇല്ല 1910 നോബൽ ലോറേറ്റ് ആയിട്ടുള്ള റോബർട്ട് കോഷ് പറഞ്ഞിട്ടുള്ളതാണ്, ഉം. ഇത് നിങ്ങൾ ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾ അന്ന് കോളറായിരുന്ന വലിയ അസുഖം, അതിനൊക്കെ ചികിത്സിക്കുന്ന മാതിരി നിങ്ങൾ സൗണ്ടിനെ ചികിത്സിക്കാൻ ഓടേണ്ടി വരുമെന്ന് അന്നേ കോഷൻ 1910. അപ്പൊ അത്ര ദീർഘവീക്ഷണത്തോട് കൂടി പുള്ളി പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫേസ് കണ്ടിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ അരുൺകുമാർ ഫോർ യുവർ ക്വാളിറ്റി ടൈം. താങ്ക് യു. താങ്ക് യു.